കർഷകർ നേരിടുന്ന ഗൗരവതരമായ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, ക്ലൈമറ്റിക് ചേഞ്ചിൻ്റെ, ക്ലൈമറ്റിക് വേരിയേഷൻ്റെ, എൽ നിനോയുടെ, ആഗോള താപനത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ. കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള കാർഷിക വൃത്തിയിൽ നിന്നും മാറി കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഘട്ടം ഘട്ടമായി ചുവടുവെപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് സർവകലാശാലയും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ളതായ മീറ്റിങ്ങുകൾ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിർവഹണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ, അതുപോലെ ഡ്രൗട്ട് വരുമ്പോൾ, ഈ രണ്ട് സന്ദർഭത്തിലും പകച്ചു നിൽക്കുന്ന കർഷകനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പദ്ധതികളും സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയാണ്. ഈ വർഷത്തെ വെള്ളപ്പൊക്കവും അതിനെ തുടർന്നുണ്ടായ സ്ഥലങ്ങളും മുഴുവൻ സന്ദർശിക്കുകയും അതിനെ തുടർന്ന് ബാങ്കിംഗ് ഉദ്യോഗസ്ഥന്മാരുടെയും നബാർഡിൻ്റെയും RBIയുടെ ഉൾപ്പെടെ പ്രതിനിധി ഉൾപ്പെടെ മീറ്റിംഗ് വിളിക്കുകയും എല്ലാ സംവിധാനങ്ങൾക്കും ക്രമപ്പെടുത്തുകയും അതിനുള്ള നടപടികളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് ക്രോപ്പ് ലോസിൻ്റെയും അതുപോലെ പുനർനടിയിൽ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് ക്രമീകരിക്കുകയാണ്. ഈ വർഷം പുനർനടിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ വിത്തും അതിനാവശ്യമായ നടീൽ വസ്തുക്കളും വളമുൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പ്രത്യേകം ഏകോപിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നെല്ലിൻ്റെ സംഭരണം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് 3 അംഗ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിൽ ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് മന്ത്രി ഉണ്ടായിരുന്നു, സഹകരണ മന്ത്രി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും മീറ്റിംഗ് നടത്തി. ആദ്യത്തെ ഗഡു അനുവദിച്ചു. പാലക്കാട് പാക്സിനെ ചുമതലപ്പെടുത്തിയ പദ്ധതി മാറ്റി അത് മുഴുവൻ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഞാൻ പറയുന്നു, കേരളത്തിൽ സമീപകാലത്ത് ആദ്യമായി നെൽ കർഷകർക്ക് കിട്ടാനുള്ള മുഴുവൻ പണവും ജൂൺ മാസം 30 വരെയുള്ളത് പരിപൂർണമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ജൂൺ ഈ 1-ാം തീയതി ചിങ്ങം 1-ന്റെ ഈ മനോഹരമായിട്ടുള്ള വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വരുന്ന മാസം സെപ്റ്റംബർ മാസം 10-11 തീയതികളിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു നവീകരണത്തിനും ഞങ്ങളുടെ ഡ്രോബാക്കുകളും ഞങ്ങളുടെ സ്ട്രെങ്ത്തും ഞങ്ങളുടെ വീക്ക്നെസ്സും അത് മുഴുവൻ അനലൈസ് ചെയ്ത് പദ്ധതികളും പരിപാടികളും മുഴുവൻ കോർത്തിണക്കി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ദിശപാകാനുള്ള പ്രത്യേകമായിട്ടുള്ള ഇന്റേണൽ സമ്മിറ്റിന് അടുത്ത മാസം 10-11 തീയതികളിൽ കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാ പദ്ധതികളും എല്ലാ പരിപാടികളും അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ വീക്ക്നെസ്, അതിൻ്റെ ഗ്യാപ്പ്, PSUs ഉൾപ്പെടെ എല്ലാം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്കും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ കടക്കുകയാണ്. ഞാനൊരൊറ്റ കാര്യം പറയുന്നു, വനിതകളുടെ കൃഷി സഖി എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ഏറ്റവും ഊർജിതമായി കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, കേരളത്തിലെ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പിറകോട്ട് പോവുകയുണ്ടായി. ആ ചെറുപ്പത്തെ റീകണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും നേതൃത്വം കൊടുത്ത് 4 തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥ തലത്തിലിരുന്നു, വിവിധ കൂടിയാലോചനകൾ നടത്തി. കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുകയാണ്. ആ കുട്ടികൾക്കൊരു നോഡൽ ടീച്ചറും അതിന് ബാക്കപ്പ് കമ്മിറ്റിയും ഉണ്ടാകും. കതിർ സഞ്ചാരമുണ്ടാകും. കാർഷിക മേഖലകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ കതിർ മാർക്കറ്റുകൾ നമ്മൾ തീരുമാനിക്കുകയാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി അതിനെ സംയോജിപ്പിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ കാർഷിക കതിർ ക്ലബിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ കേരളത്തിൽ ആരംഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും കടന്നു പോവുകയാണ്. ഞാനൊരൊറ്റ കണക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1258 പച്ചക്കറികളിൽ പരിശോധന നടത്തിയപ്പോൾ 122ഓളം വരുന്ന പരിശോധനകൾ ഒറ്റയടിക്ക് നടത്താൻ ശേഷിയുള്ള വെള്ളായണി കാർഷിക ലാബ് ഉൾപ്പെടെ, മണ്ണുത്തി ലാബ് ഉൾപ്പെടെ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതായ ലാബുകളിൽ പരിശോധിച്ച സന്ദർഭത്തിൽ അതിൽ 62 എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ക്രമാതീതമായിട്ടുള്ള വിഷാംശവും കണ്ടെത്തുകയുണ്ടായി.
പരിഹരിക്കാനുള്ള ഏക മാർഗം കാർഷിക വൃത്തിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കതിർ ക്ലബ്ബുകളും അതുപോലെയുള്ള നൂതനമായ പദ്ധതികളും പരിപാടികളുമായി കേരളത്തിലെ കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ ഒക്കെ കൂടെ പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചുമിടുക്കൻ ആദിത്യൻ ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിലെ വിദ്യാർത്ഥിക്കുള്ളതായിരിക്കുന്ന കൃഷി അവാർഡ് വാങ്ങാൻ കടന്നു വന്നിരിക്കുകയാണ് ആദിത്യൻ കടന്നു വന്നത് കാർഷിക കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾ. അതിന്റെ പ്രതിനിധിയാണ് പ്രിയപ്പെട്ട ആദിത്യൻ. അദ്ദേഹം ചേർത്തലയ്ക്കടുത്തുള്ള അരീപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാപിതാക്കളായ അജയന്റെയും സജിതയുടെയും ഏക മകനാണ്. വീട്ടിൽ കൃഷി ചെയ്യാത്തതായ ഒരു സാധന സാമഗ്രിയും ആദിത്യൻ്റെതിൽ എല്ലാം ആദിത്യൻ കൃഷി ചെയ്യുകയാണ്. ആദിത്യനോട് കാർഷിക കാര്യം ചോദിച്ചാൽ അവൻ മനോഹരമായി ഒരു കൃഷി ഉദ്യോഗസ്ഥനെ പോലെ അതിനേക്കാൾ മികവോടുകൂടി പ്രിയപ്പെട്ട ആദിത്യൻ സംസാരിക്കും. ഞാൻ ആദിത്യൻ എടുത്തു പറയാനുള്ള കാരണം ഒരു ഒറ്റമുറി ചെറിയ ഷെഡിലാണ് ആദിത്യൻ താമസിക്കുന്നത്. ആദിത്യന്റെ വീട് കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പുനർനിർമ്മിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഹോർട്ടികോർപ്പിന്റെ ഇന്നൊരു പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഹോർട്ടികോർപ്പിന്റെ പണം നൽകാത്തതുമായി പച്ചക്കറിയുടെ പണം സ്വീകരിച്ചു ഹോർട്ടികോർപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം നൽകാത്തതിന്റെ കാര്യം അവർ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി ഈ മാസം തന്നെ മുഴുവൻ പണവും കൊടുത്തു തീർക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള ഭാവനാ സമ്പന്നമായ പദ്ധതികൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഊന്നി അദ്ദേഹം പറയുകയുണ്ടായി. കാർഷിക മേഖലയിലെ എല്ലാ നൂതന പദ്ധതികൾക്കും ആത്മബലം നൽകുന്നതായ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏറെ ബഹുമാന ആദരപൂർവം ഈ വർഷത്തെ നമ്മുടെ മനോഹരമായിട്ടുള്ള കർഷക ദിനം ഏറെ പ്രയാസത്തോടു കൂടിയിട്ടുള്ള മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കർഷകൻ അവരെ മണ്ണിന്റെ ചൂരും വിയർപ്പിന്റെ ഗന്ധവും ഉള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലും നാളെകളിലുള്ള കാർഷിക കേരളത്തിന്റെ അടിസ്ഥാന തല വികാസ പദ്ധതികൾ ഉൾപ്പെടെ എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഈ വർഷം 38 മേഖലകളിലുള്ള അവാർഡുകൾ നമ്മൾ തീരുമാനിച്ചു. ആ അവാർഡുകൾ മുഴുവൻ ഇവിടെ വിതരണം ചെയ്യും. ഓരോ അവാർഡിന്റെ പിറകിലും കഠിനാധ്വാനമുള്ള കർഷകന്റെ കരസ്പർശമുണ്ട്. ഈ വർഷം ഏർപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലുള്ള അവാർഡാണ്. ആ അവാർഡിന് അർഹനായിരിക്കുന്നത് പ്രിയപ്പെട്ട കേരളത്തിന്റെ നെല്ലച്ചൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുവയൽ രാമേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഏറെ ആദരവോടുകൂടി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ വർഷത്തെ ചിങ്ങം 1 കർഷക ദിനം അഭിമാനപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഈ വർഷം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും എല്ലാം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. നമുക്ക് അന്നം തരുന്ന പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന കർഷകരോടുള്ള നമ്മുടെ നാടിൻ്റെ ആദരം, ആ കാർഷിക വൃത്തിയോടുള്ള ഈ നാടിൻ്റെ ബഹുമാനം, അത് അവർക്കായി പ്രകടിപ്പിക്കുന്ന മനോഹരമായ സുദിനം കൂടിയാണ് ഇന്ന്. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥാ മാറ്റം കാർഷിക കലണ്ടറിൻ്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. പണ്ട് കർഷകർ ക്ലോക്കില്ലാത്ത കാലത്ത്, സമയത്തിൻ്റെ കലണ്ടർ ഇല്ലാതിരുന്ന കാലത്ത് അവരാകാശത്തേക്ക് നോക്കി, നിഴല് നോക്കി, സൂര്യപ്രകാശം നോക്കി കാലാവസ്ഥയെ ഗണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
അവരുടെ വാക്കിനപ്പുറം, അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരു മഴയും പെയ്യില്ല, ഒരു വെയിലും വരില്ല. അതിൻ്റെ മുന്നറിയിപ്പ് അവർക്കറിയാമായിരുന്നു. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. കാലാവസ്ഥ മാറ്റം ലോകത്തെ ആകെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഇരകളാണ് കർഷകർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തെ ഇരകളാണ്. കാരണം ആ കാർഷിക കലണ്ടർ, അവരുടെ മനസ്സിലുള്ള ധാരണകളൊന്നും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഓരോ പ്രളയമുണ്ടാകുമ്പോഴും ഓരോ വരൾച്ചയുണ്ടാകുമ്പോഴും അതിലെ ഏറ്റവും വലിയ ഇരകൾ പാവപ്പെട്ട കർഷകരാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക. നമുക്കറിയാം, നെൽകൃഷി പോലും താളം തെറ്റിയിരിക്കുകയാണ്. നെൽ കർഷകർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടാറില്ലായിരുന്നു. നമ്മൾ ഈ ഗവൺമെന്റ് വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ നെൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. സർക്കാർ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും സർക്കാരിൻ്റെ മുൻഗണനകളിൽ ഒന്ന് കർഷകരാണ്, നെൽ കർഷകരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ പണം അനുവദിച്ചു. കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചകൾ നടത്തി, വ്യാപകമായ തരത്തിൽ ചർച്ചകൾ നടത്തി. അതിനൊരു പദ്ധതി, എല്ലാ പ്രാവശ്യവും അവർക്ക് നെല്ല് അളന്നു കൊടുത്താൽ ആ നെല്ലിൻ്റെ വില കിട്ടുന്ന ഒരു സംവിധാനം തീർച്ചയായും ഇനി ഉണ്ടാക്കും. രണ്ടാമത്, റബ്ബർ കർഷകർക്ക് 200 രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ വില 250 രൂപയാക്കി ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. 300 രൂപയാക്കും, സംശയമൊന്നും വേണ്ട. ഒന്ന് ഇരിക്കുന്നതല്ല, നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കിയെങ്കിൽ 250 രൂപയിൽ നിന്ന് റബ്ബറിൻ്റെ വില 300 രൂപയാക്കാൻ ഉള്ള തീരുമാനവും സർക്കാർ നടപ്പാക്കും. കർഷകരെ കാർഷിക വൃത്തിയിൽ നിന്ന് പോകില്ല. അതുപോലെ പച്ചക്കറിയുടെ കാര്യത്തിൽ അതിനാവശ്യമായ പിന്തുണ കൊടുക്കാൻ, അതിൻ്റെ സംഭരണം കൃത്യമായി നടപ്പാക്കാൻ, ന്യായമായ വില കൊടുക്കാനൊക്കെയുള്ള പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കർഷകർ അവരുടെ വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ സഹായം ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് കൃഷി ഇറക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ, ഇപ്പോൾ നമുക്കറിയാം, പ്രളയം വന്നപ്പോൾ കൃഷിനാശമുണ്ടായാൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കൊടുത്തിരുന്നത്. ഈ ഗവൺമെൻറ് ഈ പ്രളയമുണ്ടായപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ടാണ്. കുറച്ചുകൂടി കൊടുക്കണമെന്നുണ്ട്, കൂടുതൽ, ഇപ്പോഴത്തെ സ്ഥിതി കൊണ്ടാണ്. എങ്കിലും 25% അവർക്ക് കൂടുതലായി കൊടുത്തു. ഈ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം ഈ 2-2.5 മാസങ്ങൾക്കുള്ളിൽ കൊണ്ട് ഈ ഗവൺമെൻറ് എടുത്തതാണ്. അത് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് കർഷകർ ഈ സർക്കാരിൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ട് എന്നത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, അവർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, പ്രകൃതിക്ഷോഭങ്ങളുടെ, വന്യജീവി ആക്രമണങ്ങളിലെല്ലാം വല്ലാതിരിക്കുകയാണ്, അവർ പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, മലയോരങ്ങളിൽ അവർക്ക് കൃഷി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും പന്നി നശിപ്പിക്കുകയാണ്, ആന കയറുകയാണ്. വാഴ വയ്ക്കാൻ പറ്റുന്നില്ല, പ്ലാവ് വയ്ക്കാൻ പറ്റുന്നില്ല. തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിലാകുമ്പോൾ കുരങ്ങൻ നാളികേരം ഇട്ടുകൊണ്ട് പോവുകയാണ്. പശുവിനെ കറന്നാണ്, പശുവിനെ വളർത്തി അതിനെ കറന്നാണ് കർഷകർ ഇപ്പോൾ പല സ്ഥലത്തും ജീവിക്കുന്നത്. വന്യജീവി ആക്രമണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടു കൂടി ആധുനികമായ സങ്കേതങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോരത്തുള്ള കർഷക ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദമാക്കി പ്രാചീനമായ സംവിധാനങ്ങളെയും ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും ഫലപ്രദമായ സംവിധാനം അവർക്കുണ്ടാകും. കർഷകരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ടാകും. അതിനു വേണ്ടിയിട്ട്
സംഭരണ പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുക. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മറ്റ് സമയങ്ങളിൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് അത് വിൽക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡൽ വലിയ സംഭരണ ശേഷി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഭൂമി സംബന്ധമായ ധാരാളം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വിപ്ലവകരമായ നിയമങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് കാലം മാറി. ആവശ്യമായ ഭേദഗതികൾ ഭൂനിയമങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് അതിനുശേഷവും പ്രഖ്യാപിച്ചു. കേരളത്തിലെ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. ആ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുമ്പോൾ പാവപ്പെട്ട ലയത്തിലുള്ള പാവപ്പെട്ടവർ പട്ടിണിയിലാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് അടുത്ത ജനറേഷൻ പിന്മാറുകയാണ്. ആ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരിക. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ്, ഒരു സംശയവും വേണ്ട. രണ്ടാം ഭൂപരിഷ്കരണം രണ്ടാം ഘട്ടം ആരംഭിക്കുക. ആ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തും. അവിടെ കണ്ടീഷനിലായി അവിടെ ടൂറിസം കൂടുതൽ തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. ടൂറിസം തുടങ്ങുമ്പോൾ അവിടുത്തെ കാർഷിക വ്യവസ്ഥയെ ബാധിക്കാത്ത തരത്തിൽ, അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ ബാധിക്കാത്ത തരത്തിൽ അവിടെ ടൂറിസത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം, തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ അവക്കാഡോ, റംബുട്ടാൻ തുടങ്ങി നിരവധി ഫ്രൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് കേരളത്തിൻ്റേത്. അതെല്ലാം ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇപ്പം മൾട്ടി ക്രോപ്സ് ഈ പ്ലാന്റേഷനുകളിൽ അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ പോയാ. അതോടൊപ്പം ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ക്രോപ്പെല്ലാം വാല്യൂ അഡീഷൻ നടത്തി ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് കയറ്റുമതി ചെയ്യണം. ഈ വാല്യൂ അഡീഷൻ, കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം വാല്യൂ അഡീഷൻ ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി, അങ്ങനെ ആക്കിയാൽ അതിന് കേരള ബ്രാൻഡ് കൊടുക്കാൻ പോയാൽ. കേരള ബ്രാൻഡ്, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ്. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി പരിപാടികൾ ആരംഭിക്കുകയാണ്. സംരംഭം തുടങ്ങിയ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാവാൻ പോവുകയാണ് ആ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളായാലും മറ്റുൽപ്പന്നങ്ങളായാലും ഒളിയോർസൻസ് ആയാലും അതെല്ലാം ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പകുതി ചെലവിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 1/3 സമയത്ത് കയറ്റുമതി ചെയ്യാൻ കഴിയും. അപ്പം ഇനി കേരള ഉൽപ്പന്നങ്ങൾക്ക് കേരള സർക്കാർ കേരള ബ്രാൻഡ് കൂടി കൊടുത്തുകൊണ്ട് കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കർഷകരെ മറക്കില്ല ഈ ഗവൺമെന്റ്. കർഷകരെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്ത് അവർ ഈ നാടിൻ്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കർഷക ബന്ധുവായി ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും എന്ന വാക്ക് ഈ പുതുവർഷത്തിൽ നൽകിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നന്നായി പഠിച്ചെടുത്ത് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ കർഷക ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.